Hello guys, welcome back to our channel. This is me with my love എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ നമ്പർ 18 അവളാണെങ്കിൽ അവളോട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്പണന്റ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ പവർ ഉപയോഗിച്ച് അവരെ രണ്ടുപേരെയും എല്ലാവരുടെ മുൻപിൽ വെളിപ്പെടുത്തി കൊടുക്കും. അവരെ തിരിച്ചറിഞ്ഞ റഫറി ആണെങ്കിൽ അവരെ ക്ഷണം ആ ഒരു മത്സരത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അതിനുശേഷം മത്സരിക്കാനായിട്ട് നമ്പർ 18ഉം സൈറ്റാനും അവർ രണ്ടുപേരും തയ്യാറാവുകയാണ്. കട്ട് ചെയ്താ ഇവിടെ അവിടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുകയാണ്. ഇതുവരെ ആ ഒരു ഡാബ്ര വില്ലൻ അവിടേക്ക് എത്തിയിട്ടില്ല. ഗൊഹാനാണെങ്കിൽ വായിക്കോട്ടൊക്കെ വിട്ട് അങ്ങനെ ഇരിക്കും. ഇതെനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. ഇവിടെയാണെങ്കിൽ കാഷ്വലായിട്ട് ഡാബ്രയ്ക്ക് വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. അടുത്ത നിമിഷം ഡാബ്രയാണെങ്കിൽ പുറത്തേക്ക് വരും. ഐ എം സോറി, ഞാനൊരല്പം വൈകിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്റെ പവർ മുഴുവൻ അക്യുമുലേറ്റ് ചെയ്തു. ഇവരുടെ ആ ചേഞ്ച് കണ്ട് ബാബുടിക്കും ഒരുപാട് സന്തോഷം. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പോ ഗൊഹാനോട് പറയും, സത്യത്തിൽ നീ ഞാൻ പോയതിനു ശേഷം ഇത്രയും ഇംപ്രൂവ്ഡ് ആവുമെന്ന് ഞാൻ കരുതിയതല്ല. നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ടല്ലേ. അതിന് വെജിറ്റോ പറയും, അവൻ ട്രെയിനിങ് ഒന്നും എടുക്കുന്നില്ല, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ അവന്റെ പവർ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോ അവൻ കോളേജിൽ പോയി പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് കേട്ട് ഗൊഹാനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. പ്രിയം കായിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടും കണ്ടും ഒരുപാട് ഷോക്ക് തോന്നും. ഓ നോ, സത്യത്തിൽ ഞാൻ ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. സൂപ്പർ സയൻസ് അവർക്ക് ശരിക്കും ഒരുപാട് അൾട്ടിമേറ്റ് പവർ ഉണ്ട്. അവര് വളരെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിൽ മാത്രമേ അവരുടെ പവർ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യൂ. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അവരാണെങ്കിൽ ഞൊടിയടയില് ഇപ്പൊ ഡോർ തുറന്ന് പുറത്തേക്ക് വരികയാണ്. സുപ്രീം കായാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഓ നോ, ഇവൻ അവസാന ഘട്ടത്തിൽ മാത്രം വരുന്ന വില്ലനാണ്. അതുകൊണ്ടായിരിക്കും ഈ തേർഡ് ഫോമിൽ തന്നെ ബാബുടി ഇവനെ പുറത്തേക്ക് ഇറക്കിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ ആ ഒരു വില്ലനാണെങ്കിൽ മുൻപോട്ടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ വെല്ലുവിളിക്കും. ഓ, നിങ്ങളൊക്കെ വലിയ വില്ലാളി വീരന്മാരാണല്ലേ. നിങ്ങൾ ട്രീറ്റ് ചെയ്യാനാണ് ഇപ്പൊ ഞാൻ തന്നെ നേരിട്ട് ഇവിടേക്ക് വന്നത്. നിങ്ങൾ ആരും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല. മുൻപ് കണ്ട പോലെ ഒട്ടാമോട്ട ആളുകളൊന്നും അല്ല ഞാൻ. എന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ 3 പേരും ഒരുമിച്ച് എന്നെ അറ്റാക്ക് ചെയ്യുക. അത് കേട്ട് ഗോഹാൻ പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ ഒറ്റ കൈകൊണ്ട് നിന്നെ ഞാൻ ഇല്ലാതാക്കും. മാത്രമല്ല എന്റെ അവസരമാണ്, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയും. സുപ്രീം കായ്ക്കാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. ഇവിടെ ഡാബ്രയ്ക്കും ഒരുപാട് ദേഷ്യം തോന്നും. ഗോഹാനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, എനിക്ക് ഈ ഫൈറ്റ് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ ഒരു കാര്യം, എന്റെ അച്ഛനും വജീറ്റയും അവർ രണ്ടുപേരും ഡിഫറെന്റ് ആയ സ്ഥലത്ത് വെച്ചാണ് ഫൈറ്റ് ചെയ്തത്. അതുപോലെ എനിക്കും ഡിഫറെന്റ് ആയ സ്ഥലത്ത് നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യണം, പക്ഷെ ഇരുടുള്ള സ്ഥലമൊന്നും വേണ്ട എന്ന് പറയും. ഡാബ്രയ്ക്കാണെങ്കിൽ അത് കേട്ട് അവന്റെ ദേഷ്യം കൂടുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പരിഹസിച്ച് സംസാരിക്കും ചോദിച്ച് ഇടിക്കാനായിട്ട് ചാടി വരും. ആ സമയത്തായിരിക്കും ബാബുടി വലിയൊരു ഇൻഫർമേഷൻ അവിടെ പാസ് ചെയ്യുക. ആ പയ്യൻ തമാശക്കായിട്ട് പറഞ്ഞതാണെങ്കിലും ആ കാര്യം സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്താൽ പിന്നെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് ഡാബ്ര പറയും, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭൂമി പോലുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഞങ്ങളെ മാറ്റിയാൽ മതി. ഉടനെ ബാബുടി ആണെങ്കിൽ അത്തരം ഒരു സ്ഥലത്തേക്ക് കുറെ മാറ്റും. ഡാബ്ര ആണെങ്കിൽ ചുറ്റും നോക്കും. ഇപ്പൊ നീ ഹാപ്പി അല്ലേ ചോദിക്കും. ഉടനെ ഗൊഹാനാണെങ്കിൽ ഡബിൾ ഹാപ്പിയായി അവന്റെ നേർക്ക് പാഞ്ഞെടുക്കും. കട്ട് ചെയ്താ ഇവിടെ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടെയാണെങ്കിൽ സെയ്റ്റാൻ ആണെങ്കിൽ അവളെ കണ്ട് പേടിച്ച് ഓരോ ഭാഗത്തേക്ക് മാറുകയാണ്. അടുത്ത നിമിഷം നമ്പർ 18 അവൾ കറങ്ങി വന്ന് ഇപ്പൊ അവന്റെ കഴുത്ത് അത് ലോക്ക് ചെയ്ത് പിടിക്കും. ഞാനാണെങ്കിൽ ഭയന്ന് വരച്ച് അവളോട് ചോദിക്കും, നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ? എന്നെ കൊല്ലാൻ പോവാണോ? അതിനവള് പറയും, ഒരിക്കലുമില്ല, നിനക്ക് ധൈര്യമായിട്ട് എന്നോട് പോരാടാം. അവരാണെങ്കിൽ വിളിച്ചു പറയും, അവൾ അടുത്ത നിമിഷം സെയ്റ്റാനെ മലത്തിയടിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ സെയ്റ്റാൻ അവളെ തട്ടിത്തെറിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ജനങ്ങളെല്ലാവരും നിർത്താതെ സെയ്റ്റാന് തന്നെ കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമ്പർ 18 ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, ഞാൻ നിന്റെ മുൻപിൽ ഒരു ഡീല് വെക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി തോറ്റു തരാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മുൻപിൽ നിന്റെ മാനം പോവില്ല. മാത്രമല്ല നിന്നെ ഞാൻ കൊല്ലുകയുമില്ല. ഇത്രയും കാലവും നീ ഉണ്ടാക്കിയെടുത്ത ഇമേജ് അത് നിനക്ക് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം. എനിക്കറിയാം നിനക്ക് എല്ലാത്തിലും വലുത് നിന്റെ മാനമാണെന്ന്. സോ എനിക്കൊരു 20 ബില്യൺ തരുകയാണെങ്കിൽ തോൽവി സമ്മതിക്കാം. അതിന് സെയ്റ്റാൻ പറയും, അയ്യോ 20 ബില്യനോ? അത് ഒരുപാട് കൂടുതലാണ്, അത്രയും തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിന് അവള് പറയും, ജയിച്ചാൽ എനിക്ക് 10 മില്യൺ കിട്ടും. പക്ഷെ ഒരു 10 മില്യൺ മാത്രമാണ് നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നത്, വെറും 20 മില്യൺ. അത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമായിട്ട് വിജയശ്രീ ലാളിതനായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാം. എന്റെ പണത്തിന്റെ പ്രശ്നവും ഇതോടുകൂടെ തീർന്നു കിട്ടും. സെയ്റ്റാനാണെങ്കിൽ ഒരു സെക്കൻഡ് ആലോചിക്കും. അവനെ തോൽപ്പിക്കുന്നതും ജനങ്ങളെല്ലാവരും അവന്റെ തോൽവി അത് ആഘോഷമാക്കി പുതിയ ചാമ്പ്യനെ തെരഞ്ഞെടുക്കുന്നതെല്ലാം. വിട്ടുപോയ സെയ്റ്റാനെ അവിടെയുള്ളവരെല്ലാവരും കുപ്പയും പാട്ടയൊക്കെ വെച്ച് അറഞ്ചം പൊറഞ്ച് എറിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് പോലും അദ്ദേഹത്തോട് പിണങ്ങി പോകുന്നു. അദ്ദേഹത്തിന്റെ വലിയ വീട് അതങ്ങനെ തകർന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് സെയ്റ്റാനാണെങ്കിൽ ഷോക്ക് ആവുകയാണ്.
ആളാണെങ്കിൽ ഇപ്പൊ അവളോട് പറയും ഓക്കെ ഒരു ഡീലിന് ഞാൻ സമ്മതിച്ചു. അത് കേട്ട് അവളാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവള് തന്നെ തെറിച്ച് ദൂരേക്ക് വീഴും. പിന്നീട് അവള് എഴുന്നേറ്റ് നിൽക്കും. സെയ്റ്റാൻ ആണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് കൂടും, കാരണം അവൾ തോറ്റു തരാൻ പോവാണ്. സോ അവൻ വിളിച്ചു പറയും നിന്റെ ട്രിക്സ് ഒക്കെ അടിപൊളിയാണ്, പക്ഷെ നിന്നെ ഇപ്പൊ ഞാൻ തോൽപ്പിക്കുന്നു പറഞ്ഞ് അവൻ ഓടി വന്ന് അറഞ്ചം പുറഞ്ചും അവളെ പഞ്ച് ചെയ്യും. സെയ്റ്റാനാണെങ്കിൽ അവളോട് ചോദിക്കും നീ ഓൾറെഡി ഡീലിന് സമ്മതിച്ചതല്ലേ, പിന്നെന്താ നീ തോൽവി സമ്മതിക്കാതെ? അതിനവള് പറയും ഇങ്ങനെ ഞാൻ തോറ്റു തന്ന എല്ലാവർക്കും നമ്മുടെ കള്ളത്തരം മനസ്സിലാവും. ആദ്യം എന്നെ തൂക്കിയേറി, അതിനുശേഷം നിന്റെ സിഗ്നേച്ചർ മൂവ് അതുപയോഗിച്ച് എന്നെ അറ്റാക്ക് ചെയ്യ്. അങ്ങനെ ആവുമ്പോ മറ്റുള്ളവർക്ക് സംശയം തോന്നില്ല. അതിന് സെയ്റ്റാനും ഓക്കെ പറഞ്ഞ് അതിന് റെഡിയാവും. പിന്നെ സെയ്റ്റാനാണെങ്കിൽ അവളെ തൂക്കിയെടുത്ത് ദൂരേക്ക് എറിയും. അതിനുശേഷം ഓടി വന്ന് അവളെ പഞ്ച് ചെയ്യാണ്. ജനങ്ങളെല്ലാം ഒരു സെക്കൻഡ് ഷോക്കായി അങ്ങനെ നോക്കി നിൽക്കും. അവളാണെങ്കിൽ സെയ്റ്റാനോട് ചോദിക്കും ആണോ നിന്റെ ഫിനിഷിംഗ് മൂവ്? അതിനവൻ പറയും അതെ. അടുത്ത നിമിഷം അവൾ സ്വയമായി പുറകിലേക്ക് എടുത്തു ചാടി നിലത്ത് പതിച്ച് തോൽവി ഏറ്റുവാങ്ങുകയാണ്. ജനങ്ങളെല്ലാവരും സെയ്റ്റാന് അവൻ വിജയം വരിച്ചതിന്റെ ആ ഒരു കരഘോഷം അത് മുഴക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഷോക്ക് ആണെങ്കിൽ വിളിച്ചു പറയും ഇതാണ് എന്റെ പവർഫുൾ ബാരി ബാരി പഞ്ച്. ഈ പഞ്ചിന് മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല. ഇതൊരു അൾട്ടിമേറ്റ് പഞ്ചാണെന്ന് പറയും. ജനങ്ങളാണെങ്കിൽ കരഘോഷം മുഴക്കും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും സെയ്റ്റൻ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയിരിക്കുകയാണ്. ആ പെൺകുട്ടി നന്നായിട്ട് തന്നെ പോരാടി, പക്ഷെ അവസാന വിജയം അതിപ്പോ സെല്ല് തന്നെ നേടിയെടുത്തിരിക്കാന്ന് പറയും. ഇവിടെ ചീച്ചിക്ക് നമ്മുടെ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. ചീച്ചി ആണെങ്കിൽ ബുൽമയെ നോക്കും. സത്യത്തിൽ ഇപ്പൊ എന്താ സംഭവിച്ചേ? അവൾ എങ്ങനെയാ തോറ്റുപോയത്? ആൻഡ്രോയിഡ് 18 ആണെങ്കിൽ ഇപ്പോ അവനെ നോക്കും. സെയ്റ്റാൻ നാളെ രാവിലെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും, പണം റെഡിയായിരിക്കണം, അല്ലെങ്കിൽ നീ മരിക്കാൻ തയ്യാറായിക്കോ. അത് കേട്ട് സെയ്റ്റാൻ പറയും ആരെ പറ്റിക്കൊന്നുമില്ല, തീർച്ചയായിട്ടും നിന്റെ പണം ഞാൻ തരും. അങ്ങനെ അവളാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചുന്ദരി പെണ്ണ് വിടല്. അവൾ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോ ഗോട്ടനോടും ട്രങ്ക്സിനോടും പറയും. ശരിക്കും അപകടമേറിയ ഒരു കാര്യമാണ്. എത്രയും വേഗം ഇത് നിങ്ങളുടെ പാരന്റ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ അറിയിക്കണം. അതിന് ട്രങ്ക്സും ഗോട്ടനും അവർ രണ്ടുപേരും പരസ്പരം നോക്കും. വാവ്, ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്, എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോവാന്ന് പറയും. ചുന്ദരി പെണ്ണാണെങ്കിൽ അവരെ തടയാൻ ശ്രമിക്കും, പക്ഷെ അവരത് മൈൻഡ് പോലും ചെയ്യാതെ പവർ സെൻസ് ചെയ്ത് ഡയറക്ഷൻ ലക്ഷ്യമാക്കി പോവാണ്. ഗോട്ടനാണെങ്കിൽ ഇപ്പൊ ട്രങ്ക്സിനോട് ചോദിക്കും ഈ മാജിക് ബൂ എന്ന് വെച്ചാ ശരിക്കും എന്താ? അത് കേട്ട് ട്രങ്ക്സ് ആണെങ്കിൽ വെള്ളത്തിലേക്ക് പോവും. ഓ നോ നിനക്കത് എന്താന്ന് പോലും അറിയില്ലേ? ഇതൊന്നും അറിയാതെയാണോ നീ അവിടേക്ക് പോണേ? അതിനവൻ പറയും എനിക്ക് ശരിക്കും അറിയില്ല, നീ പറഞ്ഞതായോ അതെന്താ? ട്രങ്ക്സിനാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയില്ല. അവനാണെങ്കിൽ കുറെ നേരം എന്തൊക്കെയോ ആലോചിക്കും. അതിനുശേഷം ഗോട്ടനോട് പറയും നിനക്കത് പറഞ്ഞെന്നാ മനസ്സിലാവില്ല, അത് ശരിക്കും വലിയൊരു ഭൂതത്തെ പോലെയാണ്. ഇത് ഇവിടെയാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഡാബ്ര അവനാണെങ്കിൽ അവന്റെ സ്ലൈസിംഗ് പവർ ഉപയോഗിച്ച് കൊഹാൻ അറ്റാക്ക് ചെയ്യാണ്. കൊഹാനാണെങ്കിൽ തവണ ഡാബ്ര അവൻ സ്ലൈസിംഗ് പവർ ഉപയോഗിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം തെന്നിമാറി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം അവൻ വെള്ളത്തിനടിയിലേക്ക് പോകും. അതിനുശേഷം ഞൊടിയടയിൽ മുകളിലേക്ക് വന്ന് ഡാബ്ര അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അവൻ ബുദ്ധിപരമായി ഇപ്പോ നമ്മുടെ ഗൊഹാനെ ഡൈവേർട്ട് ചെയ്ത് അവനെ അടിച്ച് താഴേക്കിടും. തന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി ഇപ്പോ ഡാബ്ര ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരുമ്പോ ഗൊഹാൻ അവന്റെ സൂപ്പർ സയൻ പവറിലേക്ക് മാറി അങ്ങനെ മുകളിലേക്ക് വരികയാണ്. അത് കണ്ട് ഡാബ്ര ഞെട്ടും. ഇവിടെ ഗോക്കു ആണെങ്കിൽ വിളിച്ചു പറയും ഇതാണ് പറ്റിയ അവസരം, നിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല, നീ കാണിച്ചു കൊടുക്കണം. ഡാബ്ര ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഗൊഹാൻ അവന്റെ വയറ്റിൽ ആഞ്ഞെട്ടിക്കുകയാണ്. അവൻ ചോര പുറത്തേക്ക് തുളുമ്പി താഴേക്ക് വീഴും. അതിനുശേഷം അവനാണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ആട്ടിച്ച് താഴെയിടുകയാണ്. വലിയൊരു പവർ ഉപയോഗിച്ച് അവനെ തകർക്കാനായിട്ട് ആരംഭിക്കും. ഇവിടെ ബാബുഡിക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. ഓ നോ, ഡാബ്രയും എന്റെ കൈവിട്ട് പോവാണോ? എങ്ങനെയെങ്കിലും ഡാബ്ര അവനെ ഡിഫീറ്റ് ചെയ്യുന്നു പറയും. ഇവിടെ ഗൊഹാനാണെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതുന്ന അതേ സമയം സെക്കൻഡുകൾ കൊണ്ട് അങ്ങനെ ചാടി വന്ന് ഇപ്പോ ഗൊഹാനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഗൊഹാനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവനെ തിരികെ അറ്റാക്ക് ചെയ്യും. ഇത് ശരിക്കും ഷോക്കിംഗ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കായി ആണെങ്കിൽ വണ്ടർ അടിച്ച് നിൽക്കുന്ന അതേസമയം നമ്മുടെ ഗൊഹാൻ ഇപ്പൊ ഡാബ്രയെ അച്ചരം പൊച്ചറ ആഞ്ഞടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച് കളയാണ്. അതിനുശേഷം അവനാണെങ്കിൽ പൂർണ്ണമായിട്ട് സൂപ്പർ സയൻ മോഡിലേക്ക് പോയി ഇപ്പൊ ഡാബ്രയോട് പറയും നീ പേടിച്ചു പോയോ? നിന്റെ മുഴുവൻ പവർ എടുത്ത് എന്നോട് പോരാട്. അത് കേട്ട് ഡാബ്ര ചിരിക്കും. അവനാണെങ്കിൽ അവന്റെ മുഴുവൻ പവർ അത് റിലീസ് ചെയ്ത് ഇപ്പൊ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഒരു ലിമിറ്റ് എത്തുമ്പോൾ ഗൊഹാനാണെങ്കിൽ ആ ഒരു വില്ലനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് അടിക്കാൻ കഴിയില്ല. അവൻ ചുറ്റും നോക്കും. ഡാബ്രയാണെങ്കിൽ അവന്റെ തൊട്ടു പുറകിൽ വന്ന് നീ ആരെങ്കിലും അന്വേഷിക്കുകയാണോ എന്ന് ചോദിച്ച് ഒരു റെഡ് പവർ വെച്ച് അവനെ ആഞ്ഞടിക്കുകയാണ്. ആ പവർ ഹിറ്റ് ചെയ്ത് ഇപ്പൊ അവൻ തെറിച്ചു പോയി അടിച്ചു വീഴും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഷോക്കാവും. അവന്റെ ആ പവർ അതങ്ങനെ കൂടുതൽ പവറായിട്ട് പുറത്തേക്ക് വരും. ഇവിടെ ബാബുടി ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റുകളുടെ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ഹാവു, അങ്ങനെ ഒരെണ്ണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് പറയും. അപ്പൊ ആ നദിയുടെ അടിഭാഗം കാണിക്കും. ഗോഹാൻ ആണെങ്കിൽ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ പറ്റി അങ്ങനെ നദിയുടെ അണ്ടറിൽ കിടക്കുകയാണ്. മണ്ടത്തരം ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞ് 2 പവർ അവൻ പുറത്തേക്ക് വിടും. ഇവിടെ ഡാബ്ര അവൻ ആ പവർ കണ്ട് ഞെട്ടും. അടുത്ത നിമിഷം ആ പവർ പുറത്തേക്ക് വന്ന് അവനെ ഹിറ്റ് ചെയ്യാണ്.
ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ഗോഹാനെ ഉച്ചത്തിൽ വിളിക്കും. ഗോഹാൻ ആണെങ്കിൽ പുറത്തേക്ക് വന്ന് ഇപ്പൊ ഗോക്കുനോടും ടീമിനോടും പറയും, എന്നോട് ക്ഷമിക്കണം, എന്റെ ശ്രദ്ധ ഒരല്പം തെറ്റിപ്പോയെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.